Hello dear learners, welcome back to Summary Spot. If you are new to this channel, welcome to Summary Spot. So in this video, we are going to discuss the chapter Where is Home by Pico Iyer. Where is Home by Pico Iyer is a video. ഒരു പ്രസൻറ്റേഷൻ ആണ്. ഓക്കെ, ഒരു റെക്കോർഡഡ് പബ്ലിക് സ്പീക്കിംഗ് ആണത്. പബ്ലിക്കിൻ്റെ അടുത്ത് സ്പീക്ക് ചെയ്യാണ് ആൻഡ് ഇറ്റ് ഇസ് റെക്കോർഡഡ്. ഇപ്പോൾ ടെഡെക്സ് ടോക്സ് ഇട്ട് ഒക്കെ കേൾക്കില്ല, അതുപോലെ ടെഡ് ടോക്സ് ഇട്ടതാണിത്. ടെഡും ടെഡെക്സും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ടെഡ് എന്ന് പറഞ്ഞാൽ ടെഡ് ഡയറക്റ്റ് നടത്തുന്നതാണ്. ടെഡെക്സ് എന്ന് പറഞ്ഞാൽ മറ്റു കുറച്ച് ആൾക്കാർ നടത്തുന്ന ഇവൻറ്റ്സ്, ഒരു കമ്മ്യൂണിറ്റി നടത്തുന്ന ഇവൻറ്റ്, അങ്ങനെയൊക്കെയാണ്. എനിവേ ദീസ് സച്ച് ടോക്സ് ആർ കണ്ടക്റ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ പബ്ലിക്. കുറച്ച് ആൾക്കാരുണ്ടാവും ഫ്രം ഡിഫറെൻറ്റ് ഫീൽഡ്സ് ആൻഡ് ഐഡിയാസ് ഷെയർ ചെയ്യാനും ഭയങ്കര നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നവർക്കാണ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റി കിട്ടുക. അപ്പോൾ എനിവേ പിക്കോ ഇയർ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഹീ സ്പീക്കിംഗ് അബൌട്ട് വേർ ഇസ് ഹോം. എവിടെയാണ് വീട് അല്ലേ? എവിടെയാണ് നമ്മളുടെ വീട്? നമുക്കൊരു സ്ഥലം പറയാൻ പറ്റുമെങ്കിൽ ഭാഗ്യം. പിക്കോ ഇയറിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഹീ ഈസ് ആക്ച്വലി ഇന്ത്യൻ. ഫാദർ മദറൊക്കെ ആക്ച്വലി ഇന്ത്യൻസ് ആണ്, ബട്ട് ഹീ ഗ്രൂ അപ്പ് ഇൻ ഇംഗ്ലണ്ട്. പിന്നെ ഈ ഒരു ടോക്കിൻ്റെ കുറച്ച് മുന്നേ ഒരു 25 ഇയേഴ്സൊക്കെ ജപ്പാനിലായിരുന്നു. അപ്പോൾ ജാപ്പനീസ് ആണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല, ഇംഗ്ലണ്ടുകാർ ഒരു ഇംഗ്ലീഷുകാരനായിട്ടും പരിഗണിക്കുന്നില്ല, ഇന്ത്യക്കാരനാണ് എന്നൊക്കെ പറയാനും പറ്റുന്നില്ല. കാരണം ഇന്ത്യയിലെ ഒരു 20,000 ഡയലക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. അത്തരം ഡയലക്റ്റിൽ ഒരു വേർഡ്, ഒരു സെൻറ്റൻസ് പോലും മര്യാദക്ക് പറയാനറിയില്ല. ബിക്കോസ് ഹി ഹാവ് നോട്ട് ലിവ്ഡ് ഇൻ ഇന്ത്യ ഈവൻ എ സിംഗിൾ ഡേ എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ജീവിച്ചിട്ടില്ല, പക്ഷേ പൂർവികന്മാർ ഇന്ത്യയിലുള്ളവരാണ്. സോ ആ ഒരു കണ്ടീഷൻ. ഇപ്പോൾ വേർ ഇസ് ഹോം, വേർ യു ആർ കമ്മിങ് ഫ്രം, എവിടുന്നാണ് വരുന്നത്, നാട് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാനുള്ളൊരു കൺഫ്യൂഷൻ, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടല്ലോ, അതിനെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ ഹിയർ പിക്കോ ഇയർ റിഫ്ലെക്ട്സ് ഓൺ ദ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഓഫ് വേർ ഇസ് ഹോം, ഹൈലൈറ്റിംഗ് ദ മൾട്ടിഫേസറ്റഡ് നേച്ചർ ഓഫ് ഐഡൻറ്റിറ്റി ഇൻ എ ഗ്ലോബലൈസ്ഡ് വേൾഡ്. ഇപ്പോൾ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ളൊരു വേൾഡാണ് ഇപ്പോൾ ഉള്ളത്. പല കൾച്ചേഴ്സും എല്ലാ സ്ഥലത്തുള്ള സാധനങ്ങൾ വരെ എല്ലായിടത്തും അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡ്. സോ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഐഡൻറ്റിറ്റി ഹാസ് എ മൾട്ടിഫേസറ്റഡ് നേച്ചർ. ഐഡൻറ്റിറ്റിക്ക് കുറേ ഫേസ് ഉണ്ട്. ദെൻ while acknowledging his Indian blood and ancestry, he emphasized a detachment with India as he has never lived there. ഇന്ത്യയിൽ ഒരിക്കലും ജീവിച്ചിട്ടില്ല അല്ലേ. He grew up in England and lived 48 years in US. He spent the majority of his time in Japan during the last 25 years. കഴിഞ്ഞ 25 years most of the time ജപ്പാനിലായിരുന്നു. However, many of the Japanese would not consider him as one among them. അപ്പം എവിടുത്തുകാരനാന്ന് ചോദിച്ചാൽ where is your home, where are you coming from എന്ന് ചോദിച്ചാൽ ഒരു പ്രോപ്പർ ആൻസർ ഇല്ലാത്തൊരു സിറ്റുവേഷൻ. സോ പിക്കോ ഇയർ കോൺട്രാസ്റ്റ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് യങ്ങർ ജനറേഷൻ who are more multicultural and international than he is. പിന്നെ അദ്ദേഹം യങ്ങർ ജനറേഷനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ മോർ മൾട്ടി കൾച്ചറൽ ആണ്, ഇൻ്റർനാഷണൽ ആണ്, മോർ ഓവർ എല്ലാവരും ട്രാവൽ ചെയ്യുന്നവർ, നോബഡി സ്റ്റിക്സ് ഓൺ ടു ദെയർ ഓൺ നേറ്റീവ് പ്ലേസ്. അപ്പം ഹോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ ഫിക്സഡ് പ്ലേസ്, ഇറ്റ് ഇസ് കോൺസ്റ്റൻ്റ്ലി ഇവോൾവിങ് ഫോർ ദ യങ്ങർ ജനറേഷൻ. എന്നിട്ട് പിക്കോയറിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. വീട് നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി. കാലിഫോർണിയയിൽ വൈൽഡ് ഫയർ, തീപിടുത്തമുണ്ടായ സമയത്താണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഹോം ഈസ് മോർ അബൌട്ട് കണക്ഷൻസ് ആൻഡ് മെമ്മറീസ്. ഹോം എന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡിംഗ് അല്ല, ഇറ്റ് ഇസ് അബൌട്ട് കണക്ഷൻസ്, മെമ്മറീസ് വൺ ക്യാരീസ് വിത്തിൻ. നമ്മളെ കൂടെയുള്ള കണക്ഷൻസ്, മെമ്മറീസൊക്കെ എന്തുമായിട്ട് ആരുമായിട്ടൊക്കെ കണക്റ്റഡ്, അതാണ് നമ്മളുടെ ഹോം എന്ന്. ദെൻ ഹീ സേസ് മൈ ഹോം വുഡ് ഹാവ് ടു ബി വാട്ട് എവർ ഐ ക്യാരിഡ് അറൗണ്ട് ഇൻസൈഡ് മീ. നമ്മൾ എന്തൊക്കെ നമ്മളുടെ കൂടെ ക്യാരി ചെയ്തു അതായിരിക്കും നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ഹോം. So home is less to do with a piece of soil and more to do with a piece of soul. Beautiful words അല്ലേ. ഹോമിന് ഒരു പീസ് ഓഫ് സോയിൽ, അവിടെ റൈമിങ് സ്കീം പോലെ സോയിൽ സോൾ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഒരു പീസ് ഓഫ് സോയിൽ അല്ലെങ്കിൽ മണ്ണുമായിട്ടൊന്നും ചെയ്യാനില്ല, ഒരു കണക്ഷനും ഇല്ല, സോളുമായിട്ടാണ് കണക്ഷൻ. ഓക്കെ, ഇറ്റ് ഹാസ് മോർ ടു ഡു വിത്ത് ദ പീസ് ഓഫ് സോൾ. He considers this as a terrific liberation because when his grandparents were born, they had a sense of home, a sense of community and a sense of ambivalence towards the host land. അപ്പം ഇതൊരു ടെറിഫിക് ലിബറേഷൻ, വല്ലാത്തൊരു ഫ്രീഡം ആയിട്ട് തോന്നുകയാണ് പിക്കോ ഇയറിന്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ കാലത്ത് ഒരു സെൻസ് ഓഫ് ഹോം, ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, ഒരു അടുപ്പം ഉള്ളൊരു ഫീലിംഗ് ആരുമായിട്ടുണ്ടായിരുന്നു? ഹോസ്റ്റ് ലാൻഡുമായിട്ട്. ഹോസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സ്ഥലത്തേക്ക് ടൂർ പോകുമ്പോൾ നമ്മളവിടെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഹോസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാട്ടിലേക്ക് പോകുന്ന ആ ഒരു നാട്. ഓക്കെ, സോ പിക്കോ ഇയർ സേസ് ദാറ്റ് വേർ യു കം ഫ്രം ഇസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ വേർ യു ആർ ഗോയിങ്. അപ്പം നിങ്ങൾ എവിടുന്ന് വന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻസ് എന്തിനാ? അതിന് ഇമ്പോർട്ടൻസ് കുറവാണ്. വേർ യു ആർ ഗോയിങ് എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന്. സോ ഹോം ഇസ് ദ പ്ലേസ് വേർ യു ബിക്കം യുവർ സെൽഫ്. നമ്മളാവുന്ന സ്ഥലമാണ് ഹോം, അല്ലാതൊരു കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിംഗ് അല്ല ഹോം. ഓക്കെ,
സോ ദിസ് ടോക്ക് ഓൾസോ എക്സ്പ്ലോർസ് ദ ബ്യൂട്ടി ഓഫ് മൾട്ടി കൾച്ചറലിസം. അപ്പോൾ മൾട്ടി കൾച്ചറലിസം, കുറേ കൾച്ചേഴ്സ് ഉള്ളതിൻ്റെ ഒരു ബ്യൂട്ടീനെ പറ്റിയും അതിൻ്റെ ഒരു സ്കോപ്പിനെ പറ്റിയും പിക്കോയർ സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്കൊക്കെ നമ്മളുടെ വീട് എന്ന് വിചാരിച്ച് ഇങ്ങനെ വീട് നമ്മുടെ നാട് അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പുറത്തേക്ക് പോകണം, അപ്പോൾ എക്സ്പോഷർ കിട്ടുള്ളൂ. പിക്കോയറിനെ സംബന്ധിച്ചിടത്തോളം US, ജാപ്പാൻ ഇവിടുത്തൊക്കെ ഒരു എക്സ്പോഷർ കിട്ടിയ ഒരാളാണ് അല്ലേ. He explores the beauty of multiculturalism and movement, as well as the challenges of finding stillness in a fast-paced world. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേൾഡാണിപ്പം അല്ലേ. പെട്ടെന്ന് ഓരോ ഡെവലപ്മെൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ ഒരു സ്റ്റിൽനെസ്, എന്ത് ചെയ്യണം എന്നറിയാതെ നമുക്കൊരു സ്റ്റില്ലായി നിന്ന് പോവുക. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഒരു ചാലഞ്ച് എന്താണ്, അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എ സിഗ്നിഫിക്കൻറ്റ് ടേണിംഗ് പോയിന്റ് കംസ് വെൻ ദ സ്പീക്കർ വിസിറ്റ്സ് എ കാത്തലിക് ഹെർമിറ്റേജ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഒരു കാത്തലിക് ഹെർമിറ്റേജ് വിസിറ്റ് ചെയ്തത്. കാത്തലിക് ഹെർമിറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ആശ്രമം പോലെയൊക്കെ ഒരു പീസൊക്കെ കിട്ടും, സെൽഫ് ഡിസ്കവറി അങ്ങനത്തെ ഒരു സ്ഥലത്തിനാണ് കാത്തലിക് ഹെർമിറ്റേജ് എന്ന് പറയുക. where he discovers the power of silence and stillness. അപ്പോൾ അപ്പോഴാണ് സ്റ്റിൽനെസ്, ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെയും സൈലൻസിൻ്റെയും ഒക്കെ ഒരു പവർ അദ്ദേഹം മനസ്സിലാക്കുന്നത്. allowing one to reconnect with one's inner self and prioritize what truly matters. ഒരാളുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്താണ് ട്രൂലി മാറ്റർ ചെയ്യുന്നത് എന്ന് പ്രയോറിറ്റൈസ് ചെയ്യാനും എന്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ ആ കാത്തലിക് ഹെർമിറ്റേജിൽ വിസിറ്റ് അദ്ദേഹത്തിനെ സഹായിച്ചു. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ബിസിയാണ്. അപ്പം സംടൈംസ് വി ഹാവ് ടു ബി അലോൺ. നമ്മളെക്കുറിച്ച് നമ്മളുടെ ഇന്നർ പീസ്, ഇന്നർ മൈൻഡ്, അതിന് നമ്മൾ ടൈം കൊടുക്കണം. ഓക്കെ, സോ ഹി കൺക്ലൂഡ്സ് ബൈ സേയിങ് ദാറ്റ് മൂവ്മെൻറ്റ് ഇസ് എ ഫാന്റാസ്റ്റിക് പ്രിവിലേജ്, ബട്ട് മൂവ്മെൻറ്റ് ഹാസ് എ മീനിങ് ഓൺലി ഇഫ് യു ഹാവ് എ ഹോം ടു ഗോ ബാക്ക് ടു. അപ്പോൾ ഹോം എന്താണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് മൂവ്മെൻറ്റിനെ പറ്റി പറയുകയാണ്. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫാന്റാസ്റ്റിക് പ്രിവിലേജാണ്. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരു പ്രിവിലേജായിട്ട് എല്ലാവർക്കും പറ്റണമെന്നില്ല. സോ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. US ജപ്പാനിലേക്കൊക്കെ പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രിവിലേജ്. പക്ഷേ ആ പ്രിവിലേജിനൊരു മീനിങ് ഉണ്ടാവുന്ന എപ്പോഴാ, വെൻ യു ഹാവ് എ ഹോം ടു ഗോ ബാക്ക് ടു. തിരിച്ചു പോകാനൊരു വീടുള്ളപ്പോഴാ. ആ വീട് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങും അല്ല കേട്ടോ. മെമ്മറീസ്, എ പ്ലേസ് വെർ വി ക്യാൻ ബി അവർ സെൽഫ്, അങ്ങനത്തെ അതാണ് ഹോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്നും ഒരു സ്ഥലമോ ആൾക്കാരോ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഹോം ഇസ് നോട്ട് എ പ്ലേസ് വർ യു സ്ലീപ്പ്, ബട്ട് ഇറ്റ് ഇസ് ദ പ്ലേസ് വർ യു സ്റ്റാൻഡ്. അപ്പോൾ ഹോം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സ്ഥലമല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് എന്ന്. ഓക്കെ, നമുക്ക് നിൽക്കാൻ പറ്റുന്ന, നമ്മുടെ മൈൻഡ് നിൽക്കുന്നൊരു സ്ഥലമാണ് ഹോം. ഓക്കെ, നമ്മൾ ഉറങ്ങുന്നൊരു സ്ഥലമല്ല, ഉറങ്ങാൻ പോയി കിടക്കുന്ന ഒരു സ്ഥലമല്ല നമ്മളുടെ ഹോം. നമ്മൾ ഉറങ്ങാനായിട്ട് മാത്രം വീട്ടിലേക്ക് കയറി ചെല്ലുക. ദാറ്റ് ഇസ് നോട്ട് അവർ ഹോം. ഓക്കെ, മൂവ്മെൻറ്റ് ഓഫേഴ്സ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മളെ മെമ്മറീസും കണക്ഷൻസും ഒക്കെ അവിടെ ആവണം, അപ്പോഴാണ് നമ്മളുടെ ഹോം ആവണത് അത്, അല്ലേ. മൂവ്മെൻറ്റ് ഓഫേഴ്സ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ പറഞ്ഞു മൂവ്മെൻറ്റ് പല കൺട്രീസിലേക്കും സ്ഥലങ്ങളിലേക്കും മൂവ് ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ്, എക്സ്പോഷറൊക്കെ കൂടും. ഇറ്റ് ഗെയിൻസ് മീനിങ് ഓൺലി വെൻ ആങ്കേർഡ് ബൈ എ സെൻസ് ഓഫ് ഹോം. അപ്പോൾ ഒരു സെൻസ് ഓഫ് ഹോം കൂടി ഉണ്ടാവുമ്പോഴേ ഈ മൂവ്മെൻറ്റിന്, നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഒരു സെൻസ് ഓഫ് ഹോമും കൂടി ഉണ്ടാവുമ്പോഴേ ഈ മൂവ്മെൻറ്റിന് ഒരു മീനിങ് കിട്ടുള്ളൂ. എ പ്ലേസ് ഓഫ് ബിലോങ്ങിങ്. സെൻസ് ഓഫ് ഹോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്, പ്ലേസ് ഓഫ് ബിലോങ്ങിങ്, ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് ഡിസ്കവറി. അപ്പോൾ നമ്മളെ ബിലോങ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലം, ഓക്കെ, നമുക്ക് നമ്മളായി ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലം, അതാണ് നമ്മളുടെ ഹോം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നമുക്ക് ഉണ്ടാവുമ്പോൾ മൂവ്മെൻറ്റ് ഒരു ഹാപ്പിനെസ് ആണ്, ഒരു ഫാന്റാസ്റ്റിക് പ്രിവിലേജ് ആണ്, രസമാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു സ്ഥലം ഇല്ലാതെ, ഇപ്പോൾ റെഫ്യൂജീസൊക്കെ അവർക്ക് പോകാനോ ഒരു സ്ഥലമോ അവരുടേതായി നിൽക്കാനൊരു സ്ഥലം ഇല്ല. ആലോചിച്ച് നോക്കാം, ദേ ഡോണ്ട് ഹാവ് എ ഹോം. അപ്പോൾ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചിലപ്പോൾ മേ ബി അവർക്ക് മോർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ദേ മേ ഫീൽ ഇറ്റ് ആസ് ദെയർ ഹോം. ഓക്കെ, സോ എനിവേ പിക്കോയറിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ആൻഡ് വൈ പിക്കോയർ ഇസ് സേയിങ് അബൌട്ട് ഇറ്റ്, ബിക്കോസ് ഹീ ഹാസ് ഫേസ്ഡ് ദ പ്രോബ്ലം ഓഫ് ദിസ് മൾട്ടിഫേസറ്റഡ് നേച്ചർ ഓഫ് ഐഡൻറ്റിറ്റി. മൾട്ടിഫേസറ്റഡ് എന്ന് പറഞ്ഞാൽ കുറേ ഫേസ് ഉള്ള. ഓക്കെ, അപ്പോൾ ജാപ്പനീസ് ഐഡൻറ്റിറ്റി ആണോ, ഇന്ത്യൻ ഐഡൻറ്റിറ്റി ആണോ, ഇംഗ്ലണ്ട് ഐഡൻറ്റിറ്റി ആണോ എന്നുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അക്കോർഡിംഗ് ടു പിക്കോയർ, വാട്ട് ഇസ് ഹോം, മൂവ്മെൻറ്റിൻ്റെ പ്രിവിലേജ് എന്താ, മൂവ്മെൻറ്റ്, മൾട്ടി കൾച്ചറലിസം, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.